ഒടുവിലിതാ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പത്മകുമാറിനെ SIT ഒരു ദിവസത്തിനകം അറസ്റ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. നേരത്തെ അറസ്റ്റിലായ N വാസു ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസു ചോദ്യം ചെയ്യലിൽ ചിലതൊക്കെ അന്വേഷണ സംഘത്തോട് അങ്ങ് വെളിപ്പെടുത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കട്ടിളപ്പാളി ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുമ്പോൾ താൻ ദേവസ്വം കമ്മീഷണറായിരുന്നു. എന്നാൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിന് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് വാസു മൊഴി കൊടുത്തിരിക്കുന്നത്. N വാസുവിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കട്ടിളപ്പാളികൾ സ്വർണ്ണപ്പാളികൾ എന്നത് മാറ്റി ചെമ്പുപാളികളാക്കി കൊടുത്തുവിട്ടത് എന്ന് നേരത്തെ മുരാരി ബാബുവും സുധീഷ് കുമാറും ഒക്കെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യം തിരുവാഭരണ കമ്മീഷണർ KS ബൈജു സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ N വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. എന്നാൽ കാര്യങ്ങൾ തനിക്കറിയാമായിരുന്നുവെന്നും ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം പ്രസിഡന്റിന്റെയും അനുമതി ഇതിനുണ്ടായിരുന്നു എന്നുമാണ് N വാസുവിന്റെ മൊഴി. സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം 27 വരെ നീട്ടിയിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി അവധി ആയതുകൊണ്ടാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു. N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ഇതിനിടയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളിക്കളഞ്ഞു. ഇനി ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു തടസ്സവുമില്ല. എന്നാൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുന്നു. വാസുവിന്റെ അറസ്റ്റിൽ ഇപ്പോൾ CPM-നുള്ളിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. പല ഉന്നത നേതാക്കളും ഇതിനെതിരെ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ 2 മനസ്സാണ് CPM-നുള്ളത്. പത്മകുമാർ കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയിൽ വിമത ശബ്ദം ഉയർത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റിൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിൽ ആഴ്ത്തും എങ്കിലും വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്ന ഭയം CPM നേതാക്കൾക്കുണ്ട്. മുൻ മന്ത്രി അടക്കമുള്ളവരെ ഒരുപക്ഷെ ചൂണ്ടുവിരലിൽ വീണ്ടും സംശയ നിഴലാക്കാൻ പത്മകുമാറിന് കഴിയും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ സർക്കാർ ഇടപെടുന്നുമില്ല എന്നതാണ് CPM വിശദീകരണമെങ്കിലും വാസുവിന്റെ അറസ്റ്റ് അടിമുടി CPM-നെ പരിഭ്രാന്തിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയം. വീടുകൾ കയറി പ്രചരണം നടത്തുമ്പോഴാണ് CPM പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത്. പലരും അയ്യപ്പ വിശ്വാസികളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വളരെ കോപാകുലരുമാണ് പലരും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രാദേശിക നേതാക്കൾ CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ പത്മകുമാറിന്റെയും ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളുടെയും അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് CPM തിരിച്ചറിയുന്നു. ഭയം അത് വല്ലാതെ തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന N വാസുവിനെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതിനിടയിൽ ന്യായീകരിച്ചു. താൻ മന്ത്രിയായിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധനായാണ് പ്രവർത്തിച്ചത് എന്നാണ് കടകംപള്ളി പറയുന്നത്. കമ്മീഷണർ ആയിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് ഇപ്പോൾ വാസു പ്രതിയായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് കടകംപള്ളിയുടെ വാക്കുകൾ. സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനോട് ഇന്ന് ഹാജരാകാനാണ് SI ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ ഒരു ബന്ധുവിന്റെ മരണമുണ്ട്, ആ കാരണം പറഞ്ഞ് അവധി അപേക്ഷ നൽകി. എന്നാൽ ഇനിയും അവധി നൽകാൻ കഴിയില്ല എന്ന് പത്മകുമാറിനോട് SIT അങ്ങ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് എത്തിയില്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കും. ആ സൂചനയും പത്മകുമാറിന് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്
അന്വേഷണ സംഘം കടക്കുമെന്ന് ഉറപ്പായി. അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരികയാണ്. അതോടെ പത്മകുമാർ പത്മവ്യൂഹത്തിലായി എന്നുള്ള അവസ്ഥയിലാണ്. നിലവിൽ പത്തനംതിട്ടയിലെ വീട്ടിലാണ് പത്മകുമാർ ഒളിവിൽ കഴിയുന്നത്. SITയുടെ നിരീക്ഷണത്തിൽ ഒരു കാരണവശാലും കേരളം വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം. കേസിലെ മറ്റു പ്രതികളുടെ മൊഴികളാണ് പത്മകുമാറിനെ കുരുക്കിയത്, മൊത്തത്തിൽ അടപടലം പൂട്ടിയത്. കേസിൽ 8ാം പ്രതിയാണ് 2019 ദേവസ്വം ബോർഡ് ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. ഈ റിപ്പോർട്ടാണ് പത്മകുമാറിനെ കുരുക്കായത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കോടതിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യും. നേരത്തെ ഇവർ നൽകിയ മൊഴി ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ പഠിച്ചിരുന്നു എന്ന് അംഗങ്ങൾ മൊഴി നൽകി. നേരത്തെ അറസ്റ്റിലായ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിന് വേണ്ടി SIT കസ്റ്റഡി അപേക്ഷ നൽകും. 2019 ശബരിമലയിലെ കട്ടിളപ്പാളി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണോ എന്ന് വാസു ആവർത്തിക്കുന്നു. ഇതിനിടയിൽ ശബരിമല സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് തന്ത്രിയോട് അനുമതി തേടി SIT ദേവസ്വം ബോർഡ് വഴിയാണ് തന്ത്രി മഹേഷ് മോഹനനോട് അനുവാദം ചോദിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലുള്ള പാളികൾ, കട്ടിളപ്പാളികൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശം. ഇതേ തുടർന്നാണ് ഇപ്പോൾ SIT നടപടികൾ ആരംഭിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ തെളിവുകൾ ശക്തമാക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി കൊണ്ടുവന്ന തകിടുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. ഇതിന്റെ കാലാവധിയും മനസ്സിലാക്കണം. നേരത്തെ ഉദ്യോഗസ്ഥ വൃദ്ധമായിരുന്നു അറസ്റ്റിൽ അകപ്പെട്ടതെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒന്നൊന്നായി വീഴുന്ന കാഴ്ച. N വാസുവിന് പിന്നാലെ പത്മകുമാർ കൂടി അറസ്റ്റിലാകും. അതോടുകൂടി CPM അടിമുടി പരിഭ്രാന്തിയിലാണ്. ദ്വാരപാലക കേസിലെ 4ാം പ്രതി ജയശ്രീ ഉടൻ അറസ്റ്റിലാകുമെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ അറസ്റ്റിന് മുൻപ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ദ്വാരപാലകങ്ങൾ സ്വർണം പൊതിഞ്ഞതാണ് താൻ അറിഞ്ഞിട്ടെന്നും ജയശ്രീ ചെമ്പു പൂശിയതാണെന്ന് രേഖപ്പെടുത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയൊക്കെ ജയശ്രീ സമീപിച്ചു, ജാമ്യവും തേടി. എന്നാൽ ജാമ്യാപേക്ഷ കോടതി അങ്ങ് തള്ളി. എന്നിട്ട് അടപടൽ അങ്ങ് പൂട്ടിക്കെട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പത്തനംതിട്ടയിലെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ്. ഇപ്പോഴിതാ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് BJP-യിലേക്ക് എത്തി. പാർട്ടി സെക്രട്ടറി ചേർന്നിരിക്കുന്നത് പന്തളം ബ്രാഞ്ച് സെക്രട്ടറി K ഹരിയാണ് CPM ബന്ധം ഉപേക്ഷിച്ച് BJP-യിൽ ചേർന്നത്. ശബരിമല സ്വർണ്ണ കേസിൽ പാർട്ടി നേതാവ് N വാസുവിന്റെ അറസ്റ്റോടെയാണ് താൻ പാർട്ടി ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതാണ് ഹരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇനി എത്ര ഹരിമാർ BJP-യിലേക്കും കോൺഗ്രസിലേക്കും ചേക്കേറും. CPM ഗോവിന്ദ.